സെബാസ്റ്റ്യൻ പോൾ സാർ, ഈ നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കനത്ത പോരിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിധി കൂടി നമ്മൾ ഈ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. എങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, കേരളത്തിന്റെ ഭരണനിർവഹണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അനുഭവം നമ്മളെ സംബന്ധിച്ച് പുതിയതല്ല. ഇപ്പോൾ EMS സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് നൽകിയത് അന്നത്തെ കേരള ഗവർണറായിരുന്ന ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആയിരുന്നില്ല. അതിനുശേഷം EK നായനാർ സർക്കാരിന്റെ കാലത്ത് ജ്യോതി വെങ്കിടാചലവുമായി തർക്കമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. രണ്ടാം നയനാർ സർക്കാരിന്റെ കാലത്ത് രാം ദുലാരി സിൻഹയുമായി ഇതേപോലെ തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട, സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വലിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗവർണർമാരെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉപയോഗിക്കുക, അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരുമായി തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പുതിയ അനുഭവമേ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുന്ന ഇടപെടലായി സുപ്രീം കോടതിയുടെ ഉത്തരവിനെ താങ്കൾ വിലയിരുത്തുമോ? നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 75 വർഷമായി. ഈ ദീർഘമായ കാലയളവിൽ ഗവർണറുടെ പദവി, ഗവർണറുടെ സ്ഥാനം, ഗവർണറുടെ അധികാരം എന്നിവ സംബന്ധിച്ച് നിരവധിയായ വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് പരാമർശിച്ച ഷംസർ സിംഗിൻ്റെ കേസ്, അതുപോലെ 3 കമ്മിറ്റി റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്കൊരു വ്യക്തത വരുന്നില്ല. വ്യക്തത ഇല്ലാഞ്ഞിട്ടല്ല, വ്യക്തത ആവശ്യമില്ലാത്ത രീതിയിൽ ഭരണ സംവിധാനത്തിൽ ഇടങ്കോലിടുക, അതാണ് തങ്ങളുടെ ദൗത്യം, രാഷ്ട്രീയ ദൗത്യം എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ഗവർണർ എന്ന മഹോന്നതമായ ഭരണഘടനാ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അപകടമാണിത്. ഗവർണർ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ ഭാഗമാണ്. MLA മാർ മാത്രമല്ല, ഗവർണർ കൂടി ചേർന്നതാണ് നിയമസഭ. ആ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്, അത് ഔപചാരികമായി അവസാനിപ്പിക്കുന്നത്, നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് എല്ലാം ഗവർണറാണ്. അതോടൊപ്പം ഗവർണർക്ക് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ആ സഭ താൻ കൂടി ഭാഗമായിരിക്കുന്ന നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളത്. അതിൽ വിശദമായ കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള പെരുമാറ്റം. അവിടെയാണല്ലോ ഈ വെച്ച് താമസിപ്പിക്കൽ, അടയിരിക്കൽ എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. കോഴി അടയിരിക്കുന്നത് 21 ദിവസമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ബില്ലിൻ്റെ പുറത്ത് അടയിരുന്നത് 23 മാസമാണ്. എന്നിട്ടും ഒരു 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 കമ്പൽഷൻ വന്നപ്പോഴാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നതിന് പകരം അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത്. ഈ രീതിയിലാണോ ഗവർണർമാർ പെരുമാറേണ്ടത്? ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം, അത് ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണം. ആ ഭരണഘടനാ സംവിധാനം സുഗമമായി പ്രവർത്തിക്കുന്നതിനുള്ള അച്ചാണിയാണ് ഗവർണർ. അങ്ങനെയൊക്കെയാണ് അത് ആ പദവി സൃഷ്ടിക്കുമ്പോൾ സങ്കല്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോഴെന്നല്ല, കുറേ കാലമായി. ഇപ്പോൾ കേരളത്തിലെ ഗവർണർമാരുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിഷയം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫെഡറലിസം, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന വാക്ക് ബ്രിട്ടാസ് ഉപയോഗിക്കുകയുണ്ടായി. ആ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നതാണ് ആധുനിക കാലത്ത് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപമായി നമ്മൾ കരുതുന്നതെങ്കിൽ അതിനെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ ഈ വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. പൊളിറ്റിക്കൽ ഏജൻറ്റ്, കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ഏജൻറ്റ് ആണ് ഗവർണർ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്രത്തിൽ നിന്ന് വിഭിന്നമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ അവിടേക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, തങ്ങൾക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ ഗവർണറായി കേന്ദ്രം അയക്കുക, അയാൾ ഇടാവുന്ന ഇടങ്കോലെല്ലാം ആ നിയമ സംവിധാനത്തിൽ, നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടുക, ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ വ്യക്തത നമുക്കെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധിന്യായത്തിൽ കൃത്യമായി കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകുന്നതിനുള്ള സമയപരിധി 3 മാസം എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഗവർണർമാർ എന്ത് ചെയ്യും? അവർ 90 ദിവസവും കാത്തിരിക്കും. അങ്ങനെയാണോ കാര്യങ്ങളെ സമീപിക്കേണ്ടത്? ഇപ്പോൾ ഇത്രയേറെ വിവാദവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയ വഖഫ് ബില്ല്, അത് പാർലമെൻറ്റ് പാസ്സാക്കി അന്ന് രാത്രി രാഷ്ട്രപതി ഒപ്പിട്ടു, ഇന്ന് അത് നിയമമായി.
എന്താ അപ്പോൾ അതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്ന് ഒരു മാതൃകയല്ലേ രാഷ്ട്രപതി കാണിച്ചിരിക്കുന്നത്? ഈ ഗവർണർമാർ ആ രാഷ്ട്രപതിയുടെ മാതൃകയല്ലേ പിന്തുടരേണ്ടത്? അതിന് പകരം ഒരു ബില്ല് കയ്യിൽ കിട്ടിയാൽ അത് ആ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണ്. നിയമനിർമ്മാണം ഒരു സംസ്ഥാനത്ത് നടക്കുന്നത് അവിടെ ഭരിക്കുന്ന ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ മാൻഡേറ്റിന് അനുസരിച്ചാണ്, അല്ലെങ്കിൽ പോപ്പുലർ മാൻഡേറ്റിന് അനുസൃതമായിട്ടാണ്. ആ മാൻഡേറ്റ് പ്രകാരം ഭരിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് ആ പാർട്ടിക്ക് കഴിയാതെ പോകുന്ന സാഹചര്യം അതാണല്ലോ ഇവർ സൃഷ്ടിക്കുന്നത്. അത് അങ്ങേയറ്റം ഹീനമായ മ്ലേച്ഛമായ ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കാത്ത, അക്ഷരത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്.